എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആ പുതുവർഷ ഫലം മിഥുനൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മകൈര്യം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2-ലും, ശനി കണ്ടകസ്ഥാനമായ 10-ലും, കേതു 3-ലും, രാഹു 9-ലുമാണ് സഞ്ചരിക്കുന്നത്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ 1-2 വർഷമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2-ൽ ഉച്ചസ്ഥനായിട്ട് കർക്കിടകത്തിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതിയും ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്ന തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്ത് എല്ലാ രീതിയിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് കുറച്ച് കാലമായിട്ട് പലതരത്തിലും തടസ്സപ്പെട്ട് കിടന്നിരുന്ന അല്ലെങ്കിൽ കിട്ടാതിരുന്ന ഉദ്യോഗമൊക്കെ ഏതെങ്കിലും തരത്തിൽ വന്നു ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് വിദ്യാഭ്യാസം നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. കൂടാതെ 10-ലെ ശനി, അതായത് ശനിക്കൊരു വക്രഗതി കൂടി സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കർമ്മരംഗത്ത് നേട്ടങ്ങളും പ്രമോഷനും ഒക്കെ തീർച്ചയായിട്ടും വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറേ കാലമായിട്ട് 2 വർഷത്തോളമായിട്ട് അവരനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങളൊക്കെ മാറി ആ രംഗത്തൊക്കെ ഉണർവും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനി കണ്ടകസ്ഥാനത്ത് ശനിയുണ്ട്. ശനി താൽക്കാലികമായിട്ട് വക്രത്തിൽ പോകുന്നുണ്ടെങ്കിലും ശനിയാഴ്ചകളിൽ ഈ രാശിക്കാർ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാകുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാശിക്കാരുടെ ഓരോരുത്തരുടെയും ജന്മജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് നല്ല ഗ്രഹങ്ങളുടെ ദശാകാലമോ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും. മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.